Hello everybody. Today we are going to discuss about what is static RAM, what is dynamic RAM, what is charge coupled devices. First of all, we discuss about what is RAM. That means random access memories. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി മെമ്മറിയാണ്. അത് അതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് ഏതൊരു മെമ്മറി സെല്ലിൽ നിന്നും അതിൻ്റെ മെമ്മറി നമുക്ക് റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന 2 ടൈപ്സ് റാംസ് ഉണ്ട്. ഒന്ന് എസ് റാം, അതായത് സ്റ്റാറ്റിക് റാം. രണ്ടാമത്തെ ഡി റാം, ഡൈനാമിക് റാം. ഫസ്റ്റ് നമുക്ക് പറയാം സ്റ്റാറ്റിക് മെമ്മറീസ് എന്താണെന്നുള്ളത്. ഇവിടെ പവർ ഉള്ളിടത്തോളം ആ ഡാറ്റ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. അതാണ് സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഇതിൽ ഈ ഫിഗറിൽ നോക്കി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് 2 ഇൻവെർട്ടർ കാണാം. ഇതാണ് 2 നോട്ട് ഗേറ്റ്സ് ആണ്. ഇതിനെ നമുക്ക് ഇൻവെർട്ടർ എന്ന് പറയാം. ഇത് രണ്ടും ക്രോസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ലാച്ച് ഫോം ചെയ്യും. ലാച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് ആണ്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ സെല്ല്, ഒരു സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ 2 ഇൻ്റർ കണക്ഷൻ പോയിന്റ്സ് കാണാം. ഒന്ന് എക്സ്, രണ്ടാമത്തത് വൈ. ഈ 2 എക്സ് ആൻഡ് വൈ പോയിന്റ്സ് 2 ബിറ്റ് ലൈൻസിനായിട്ട് കണക്റ്റഡ് ആണ് ത്രൂ എ ട്രാൻസിസ്റ്റർ T1 ആൻഡ് T2. T1 ഈസ് കണക്റ്റഡ് ടു ദ ബിറ്റ് ലൈൻ ബി എന്ന് പറഞ്ഞ ബിറ്റ് ലൈനായിട്ടാണ് T1 കണക്റ്റഡ് ആൻഡ് T2 കണക്റ്റഡ് ദ ബിറ്റ് ലൈൻ B'. ഈ 2 ട്രാൻസിസ്റ്ററും വേർഡ് ലൈനുമായിട്ടും കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും സ്റ്റാറ്റിക് മെമ്മറീസിൽ വർക്ക് ചെയ്യണമെന്ന് പറയാം. ആദ്യം തന്നെ റീഡ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത് ഓരോ സെല്ലിൻ്റെയും ഓരോ കോളത്തിൻ്റെയും എൻഡിൽ ഒരു സെൻസ് സെല്ല് സർക്യൂട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഉണ്ടാകും. ആ സെൻസ് സർക്യൂട്ടാണ് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇനീഷ്യലി വേർഡ് ലൈൻ ഈസ് ആക്ടിവേറ്റഡ് ടു ക്ലോസ് T1 ആൻഡ് T2. നാം നേരത്തെ പറഞ്ഞു T1ഉം T2ഉം ഇവിടെ ആക്ട് ചെയ്യുന്നത് സ്വിച്ച് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് തന്നെ ട്രാൻസിസ്റ്റർ T1ഉം T2ഉം ക്ലോസ് ചെയ്യും. ഇവിടെ സെല്ലിൻ്റെ സ്റ്റേറ്റ് നമുക്ക് 1 ആണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ ബിറ്റ് ലൈൻ ബിക്ക് നമ്മൾ 1 കൊടുക്കണം, B' നമ്മൾ 0 കൊടുക്കണം. B' എന്ന് പറയുന്നത് ബിൻ്റെ കോംപ്ലിമെൻ്റ് ആയതുകൊണ്ടാണ് 1ൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 0 B' കൊടുത്തത്. ഇനി നമുക്ക് സെല്ലിൻ്റെ സ്റ്റേറ്റ് 0 ആണ് വേണ്ടതെങ്കിൽ B 0 ആയിരിക്കണം ആൻഡ് B' 1 ആയിരിക്കണം. ഇവിടെ സെൻസ് സർക്യൂട്ട് ട്രാൻസ്മിറ്റ് ദ സ്റ്റേറ്റ് ഓഫ് B ആൻഡ് B' ടു ദ ഔട്ട്പുട്ട് ലൈൻ. ദിസ് ഈസ് ദ റീഡ് ഓപ്പറേഷൻ. അങ്ങനെയാണ് ഇവിടെ റീഡ് ഓപ്പറേഷന് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. വട്ടെവർ വാല്യൂ ഹൗ ടു ബി റിട്ടേൺ, ആ വാല്യൂ നമ്മൾ ബിയിലും B' സെറ്റ് ചെയ്യണം. നമുക്ക് ഏത് വാല്യൂ ആണോ ബിയിലും B' കിട്ടേണ്ടത് അത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. സെറ്റ് ദ വാല്യൂ ഓഫ് B ആൻഡ് B'. എന്നിട്ട് വേർഡ് ലൈൻ ഈസ് ആക്ടിവേറ്റഡ്. വേർഡ് ലൈൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. എന്തിന്? T1ഉം T2ഉം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ സെൽ വിൽ അപ്പിയർ ദ സ്റ്റേറ്റ് ഓഫ് B ആൻഡ് B'. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലിൻ്റെ സ്റ്റേറ്റ് 1 ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ B = 1 എന്ന് കൊടുക്കണം, B' = 0 എന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് 0 ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ B = 0 എന്ന് കൊടുക്കണം, B' = 1 എന്ന് കൊടുക്കണം. സ്റ്റാറ്റിക് മെമ്മറിയിൽ നമുക്ക് ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ബൈസ്റ്റേബിൾ ലാച്ചിങ് സർക്യൂട്ടിലാണ്. അടുത്തത് SRAM ഡസൻറ്റ് റിക്വയർസ് ദ പീരിയോഡിക് റിഫ്രഷ് സൈക്കിൾസ്. ഇവിടെ പീരിയോഡിക് ആയിട്ട് റിഫ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എത്രത്തോളം പവർ അവിടെ ഉണ്ടോ ആ ഡാറ്റ അവിടെ റീറ്റെയിൻ ചെയ്യുന്നതാണ്.
ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ക്യാഷെ മെമ്മറി ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലൊരു ക്യാഷെ മെമ്മറി ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഫാസ്റ്റസ്റ്റ് എമംഗ് ഓൾ ദ മെമ്മറീസ്. എല്ലാ മെമ്മറീസിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ടിപ്പിക്കൽ SRAM സെൽ കൺസിസ്റ്റ് ഓഫ് 6 ട്രാൻസിസ്റ്റർ. ഒരു ടിപ്പിക്കലായിട്ടുള്ള SRAM സെല്ലിൽ നമുക്ക് 6 ട്രാൻസിസ്റ്റേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കോസ്റ്റ് പെർ ബിറ്റ് ഈസ് മോർ ഫോർ SRAM കോസ്റ്റ്ലിയർ ദാൻ DRAM. നമുക്ക് കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചിലവുള്ളൊരു കാര്യമാണ് SRAM. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡൈനാമിക് മെമ്മറീസിനെ കുറിച്ചാണ്. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് SRAMs. SRAMസിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉപയോഗിച്ചത് 2 ഇൻവെർട്ടറാണ്. അത് ക്രോസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത് 2 ട്രാൻസിസ്റ്ററിലേക്കാണ്. അപ്പോൾ നമുക്ക് എത്ര സെല്ലുണ്ടോ അപ്പോൾ ആ സെല്ല് ഇൻറ്റു 2 ട്രാൻസിസ്റ്റേഴ്സ് വേണം. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെൻസും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് ചിന്തിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഡൈനാമിക് മെമ്മറീസിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് കിട്ടിയത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എ സിംഗിൾ ട്രാൻസിസ്റ്റർ ഡൈനാമിക് മെമ്മറി സെൽ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി റീപ്ലേസിങ് 1 ട്രാൻസിസ്റ്റർ വിത്ത് എ 1 കപ്പാസിറ്റർ. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് വെൻ വി ആർ ഇംപ്ലിമെൻറ്റിങ് എ ഡൈനാമിക് റാം. നമ്മളൊരു ഡൈനാമിക് റാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് SRAMലേക്കാൾ കുറക്കാനായിട്ട് സാധിക്കും. ഡൈനാമിക് റാമിൽ സാധാരണയായിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് കപ്പാസിറ്ററിലെ ചാർജിൻ്റെ ഫോമിലാണ്. അതായത് കപ്പാസിറ്ററിൽ എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഇതിനുള്ളിൽ 0 ആണോ 1 ആണോ സ്റ്റോർ ചെയ്തതെന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് ഒരു ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്. ആ ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കുറവാണ് കപ്പാസിറ്ററിൻ്റെ ചാർജ് എങ്കിൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 ആണ്. അതർവൈസ് ഇറ്റ് ഈസ് 1 ആണ്. ഇപ്പോൾ ത്രെഷോൾഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് അവിടെ കപ്പാസിറ്ററിലെ ചാർജ് എങ്കിൽ നമുക്ക് പറയാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1 ആണെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു ഇൻഫോർമേഷൻ റാം സെല്ലിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്രോപ്രിയേറ്റ് വോൾട്ടേജ് ബിറ്റ് ലൈനിലേക്ക് അപ്ലൈ ചെയ്യണം. ആ ചാർജ് കപ്പാസിറ്റർ അക്യൂർ ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് സെല്ലിൻ്റെ വാല്യൂ 1 ആണോ 0 ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം SRAMൽ പവർ എത്രത്തോളം ഉണ്ടോ അതുവരെ അവിടെ തന്നെ ആ ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവിടെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കപ്പാസിറ്ററിന് അത്രയും ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. കാരണം കപ്പാസിറ്റർ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കും. സോ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ലീക്കേജ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റേറ്റ് റീറ്റേൺ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഓരോ ടെൻസ് ഓഫ് മില്ലി സെക്കൻഡ്സ് കൂടുന്തോറും കപ്പാസിറ്റർ ചാർജ് ചെയ്യണം. നമ്മൾ കപ്പാസിറ്റർ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ചാർജ് ആവുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ വേർഡ് ലൈന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മളെ സ്വിച്ച് T എന്ന് പറയുന്നത് ക്ലോസ് ആവും. ആൻഡ് വി ചെക്ക് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ഇറ്റ് ബിലോ ഓർ എബോവ് ദ ത്രെഷോൾഡ് വാല്യൂ. നമ്മൾ കപ്പാസിറ്റർ വോൾട്ടേജ് ത്രെഷോൾഡ് വാല്യൂൻ്റെ മുകളിലാണോ അതോ അതിൻ്റെ ബിലോ ആയിട്ടാണോ കാണുന്നത് എന്ന് നോക്കിയിട്ട് നമുക്കതിൻ്റെ സ്റ്റേറ്റ് ഓഫ് സെല്ല് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് സെല്ല് എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് സെല്ല് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഇനി റൈറ്റ് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ
ഒരു അപ്രോപ്രിയേറ്റ് വോൾട്ടേജ് നമ്മൾ ബിറ്റ് ലൈനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുന്നു. അപ്പോൾ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യും എത്ര ചാർജാണോ നമ്മൾ കൊടുത്തത് അതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ കൊടുത്ത വോൾട്ടേജിന് അനുസരിച്ച് 0 ആണോ 1 ആണോ എന്ന് അത് തീരുമാനിക്കും. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കപ്പാസിറ്റർ റീഫ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് ഇൻഎക്സ്പെൻസീവാണ് ഈ ഡൈനാമിക് റാം എന്ന് പറഞ്ഞാൽ. ഇനി ഒരു നോട്ട് പോലെ പറയാം, DRAM ഈസ് യൂസ്ഡ് ആസ് എ മെയിൻ മെമ്മറി ഇൻസൈഡ് ദ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ മെമ്മറി ആയിട്ടാണ് DRAMസിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ഫാസ്റ്റ് കമ്പയർഡ് ടു ദ പ്രൈമറി സ്റ്റോറേജ് മെമ്മറി. നമ്മൾ പ്രൈമറി സ്റ്റോറേജ് മെമ്മറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാസ്റ്റാണ്, പക്ഷേ SRAMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്ലോ ആണ്. ടിപ്പിക്കൽ DRAM സെൽ കൺസിസ്റ്റ് ഓഫ് 1 ട്രാൻസിസ്റ്റർ ആൻഡ് 1 കപ്പാസിറ്റർ. നമ്മൾ ഫിഗറിൽ കാണിച്ചതുപോലെ തന്നെയാണ് ഒരു ടിപ്പിക്കൽ DRAM സെല്ല് കാണപ്പെടുന്നത്. അത് 1 ബിറ്റ് DRAM ആയിരിക്കും. The bits inside the memory is stored in the form of charge across the capacitor. ഇവിടെ capacitors have some leakage current. ഇവിടെ നമുക്ക് കപ്പാസിറ്റർ ഓരോ പീരിയോഡിക്കൽ ടൈമിൽ നമുക്ക് ഇങ്ങനെ റിഫ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചാർജ് കപ്പിൾ ഡിവൈസ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. ഇത് CCD എന്ന് പറയും. ഇത് വർക്ക് ചെയ്യുന്നത് ഇൻ ദ ബേസിസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ബേസിസിലാണ്. ഇത് ഒരു ന്യൂ കൺസെപ്റ്റാണ് ഫോർ സ്റ്റോറേജ് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ. ഇതിൽ സംഭവം ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. അതിലൊരു ലൈറ്റ് സെൻസിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ടാവും. അത് ഇമേജസിനെ ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് സ്റ്റോർ ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. ഇത് നമ്മൾ ലോ കോസ്റ്റ് ഡിവൈസസ് ആണ്. ഇത് യൂസ്ഡ് ആസ് എ മെമ്മറി എലമെൻറ്റ് ഇൻ എ ഡിജിറ്റൽ സർക്യൂട്ട്. This video is about how is CCDs work. Now CCD is a charge coupled device and its main function is turn light photons into an electrical signals. അങ്ങനെ അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ആയിട്ട് വരുന്നത്. The operation of CCD involve the following steps. താഴെ പറയുന്ന 3 സ്റ്റെപ്പുകളിലായിട്ടാണ് ഇതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ഒന്ന് കൺവേർഷൻ ഓഫ് ഡിജിറ്റൽ ഇൻപുട്ട് സിഗ്നൽ ഇൻറ്റു ചാർജ്. 2 ട്രാൻസ്ഫർ ഓഫ് ചാർജ് ത്രൂ വേരിയസ് സ്റ്റേജസ് ഇൻ സീക്വൻഷ്യൽ മാനർ. 3 കൺവേർഷൻ ഓഫ് ചാർജ് അറ്റ് ദ ഔട്ട്പുട്ട് ഇൻറ്റു ഡിജിറ്റൽ സിഗ്നൽ. ഇനി നമുക്ക് ബേസിക് ഓപ്പറേഷൻ ഓഫ് CCD എന്താണെന്ന് നോക്കാം. ബേസിക്കലി CCDs ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി കപ്പാസിറ്റേഴ്സ്. ഇവിടെ നമ്മൾ ഒരു P-ടൈപ്പ് സിലിക്കൺ സബ്സ്ട്രേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്നത് ഒരു തിൻ ഓക്സൈഡ് ലെയർ ആണ്. അത് ക്ലോസ് ചെയ്യുന്നുണ്ട് ഒരു മെറ്റാലിക് ഇലക്ട്രോഡ്സ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈച്ച് മെറ്റാലിക് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഗേറ്റ് G1 G2 G3 എന്ന് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പോസിറ്റീവ് വോൾട്ടേജ് ഗേറ്റ് ഇലക്ട്രോഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലീഷൻ റീജിയന് സബ്സ്ട്രേറ്റിൽ പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. മെറ്റാലിക് ഇലക്ട്രോഡിൻ്റെ താഴെയായിട്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ഇത് ഫോം ചെയ്യാൻ കാരണം ഫ്രീ ഹോൾസിൻ്റെ റിപ്പൾഷൻ മുഖേനയാണ്. ബിക്കോസ് ഓഫ് ദ പോസിറ്റീവ് വോൾട്ടേജ് അറ്റ് ദ ഗേറ്റ് ഇലക്ട്രോഡിൽ പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ടാണത്. അപ്പം നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് V1 ഈസ് അപ്ലൈഡ് അറ്റ് ദ G1 ഗേറ്റിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും ആ സബ്സ്ട്രേറ്റിൽ ബാക്കി 2 ഗേറ്റ്സിലും വരുന്നത്. ആ ഡിപ്ലീഷൻ റീജിയൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബിലോ ദ ഗേറ്റിന് താഴെയാണ് ഡിപ്ലീഷൻ റീജിയന് ഫോം ചെയ്യുന്നത്. ഈ ഒരു പ്ലോട്ടിനെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ആയിട്ടും നമുക്ക് വിളിക്കാം. അവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്.
നമ്മളൊരു പാക്കറ്റ് ഓഫ് നെഗറ്റീവ് ചാർജസ് ആണ് ഡിപ്ലീഷൻ റീജിയനിലേക്ക് സപ്ലൈ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ചാർജസിനെല്ലാം അവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തന്നെ സാധിക്കും. പക്ഷെ അവയ്ക്കൊന്നും പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുന്നതല്ല. ദിസ് മീൻസ് ദാറ്റ് ആസ് ലോങ് ആസ് ദ വോൾട്ടേജ് V1 ഈസ് പ്രസൻറ്റ് ദ നെഗറ്റീവ് ചാർജ് വിൽ ട്രാപ്ഡ് ദർ. ഇനി ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുക, ഡിപ്ലീഷൻ റീജിയനിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് ഹെൽഡ് ഓൺ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇഫ് ഡിപ്ലീഷൻ റീജിയൻ ഈസ് എംപ്റ്റി ദ ലോജിക്ക് ഈസ് 0. ഇത്രയും ഒരു ഭാഗമാണ് നമുക്ക് CCD എന്നുള്ള പോർഷനിൽ പഠിക്കാനുള്ളത്. ലെറ്റ് us wind up the class. Thank you.